ഇവനാണ് നമ്മുടെ ഇന്നത്തെ താരം. ഇവനെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗോതമ്പ് പൊടിയാണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കുറച്ച് മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ഗോതമ്പ് പൊടി വേണ്ടത്, എത്രയാണോ മൈദ വേണ്ടത്, അതിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അത് നല്ലൊരു കൺസിസ്റ്റൻസി ആയി വരുമ്പോൾ ചൂടാറാൻ വേണ്ടി ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാബേജാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ക്യാരറ്റ് കയ്യിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അതിട്ട് കൊടുക്കാഞ്ഞത്. ക്യാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാബേജ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ശേഷം നമ്മൾ കറിവേപ്പിലും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു പച്ചമുളക്, ചെറിയ പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിലേക്ക് അപ്പോഴേക്കും നമുക്ക് നമ്മുടെ മാവം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് അപ്പോഴേക്കും നമ്മൾ അതിലേക്ക് ഗരം മസാലയാണ് ഇട്ട് കൊടുത്തത്. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടി ഇട്ടുകൊണ്ട് തന്നെ നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അതിലേക്ക് കുറച്ച് ചിക്കൻ ക്രഷ് ചെയ്തും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. ആ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ശേഷം നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചാണ്. അതും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ആക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് അടിച്ച് വെച്ചിട്ടുള്ള കുറച്ച് മയോണീസ്, നമ്മൾ പൊട്ടറ്റോ ഉപയോഗിച്ച് തന്നെയാണ് മയോണീസ് അടിച്ചിട്ടുള്ളത് കേട്ടോ. ആ മയോണീസും കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായേ. അപ്പോൾ നമ്മൾ ആ മാവ് എടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുള്ള ആ മാവ് നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് പരത്തി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മളിതാ കുറച്ച് വെള്ളം തറ്റത്തൊക്കെ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് 2 സൈഡിലും നമ്മൾ അങ്ങനെ വെള്ളം തേച്ച് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡും അങ്ങനെ അങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്തിട്ട് വെള്ളം തേച്ച് കൊടുത്താൽ നന്നായിട്ട് ഒട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം നമ്മൾ അങ്ങനെ തന്നെ ചെയ്തെടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ മേൽഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് ഒട്ടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അഥവാ ഒട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം തേച്ചിട്ടാവുന്ന ഒട്ടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് മൈദ മാവ് എടുത്തിട്ട് മൈദ മാവിൽ മുക്കിയിട്ട് ബ്രെഡിൽ കൂടി മുക്കിയിട്ട് നമ്മൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നല്ല എരിപൊരി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ പരത്തിയെടുക്കലും ഉണ്ടാക്കലും കുറച്ച് പാടാണ്. പക്ഷെ നമുക്ക് കഴിക്കണം തോന്നിയാൽ പിന്നെ നമ്മൾ എന്തും ഉണ്ടാക്കുമല്ലോ. അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ മലയാളികൾ അല്ലേ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ കൂടുതൽ വീഡിയോസ് കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ബെല്ലൈക്കനിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. ഉണ്ടാക്കാൻ കുറച്ച് ടഫായിരുന്നു കേട്ടോ എന്നെ സംബന്ധിച്ച്. നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയാം.